സീറ്റ് ചർച്ചകളിൽ അതൃപ്തി വ്യക്തമാക്കി പി.ജെ. ജോസഫ്. കാറ്റ് മാറി വീശിയത് എല്ലാവരുടെയും പ്രവർത്തന ഫലം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ച് മുന്നോട്ട് പോകണമെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ജില്ലകളിലും കാറ്റ് മാറി വീശും. പിന്നെ കാറ്റ് മാറി വീശിയത് എല്ലാവരുടെയും കൂടെ അധ്വാന ഫലമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രമല്ല. കേരള കോൺഗ്രസിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത്. ജോസി, കോട്ടയത്ത് യോഗം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുകയായിരുന്നു പി.ജെ. ജോസഫ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ വെച്ചുമാറൽ പോലെയുള്ള ഡിസ്കഷൻസിനോടുള്ള പ്രതികരണം എന്താണ്? ഇപ്പോൾ നടക്കുന്ന സീറ്റ് മാറ്റ ചർച്ചകൾ അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളിൽ കടുത്ത അതൃപ്തിയുണ്ട് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്. യോഗത്തിന് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. എല്ലാവരുടെയും പ്രവർത്തന ഫലമായാണ് കാറ്റ് അനുകൂലമായി വീശിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പി.ജെയുടെ ഇത്തരമൊരു വിമർശനം. അത് UDFന്റെ വിജയത്തിന് കോൺഗ്രസിന് മാത്രമല്ല പങ്ക്, കേരള കോൺഗ്രസിനും കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ശബരിമല സ്വർണ്ണപ്പാളി വിഷയം അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകളിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രധാനമായും PC തോമസ് അടക്കമുള്ള നേതാക്കൾ 10 സീറ്റിന് അർഹതയുണ്ട്, അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാട് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ PJ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് യോഗത്തിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹവും 10 സീറ്റിന് തന്നെ അർഹതയുണ്ട്, യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ ചർച്ച ചെയ്ത് തീരുമാനിക്കും, വിജയ സാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ള കാര്യമടക്കം ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും അംഗങ്ങൾ ഓരോരുത്തർ സംസാരിക്കാനുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പല മേഖലയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് കുട്ടനാട്, ഏറ്റുമാനൂർ സീറ്റുകളിലൊക്കെയാണ് കോൺഗ്രസ് ഉന്നം വെക്കുന്നത്. ആ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും അല്ലെങ്കിൽ UDF സംസ്ഥാന നേതൃത്വമാണ് സീറ്റ് സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. വിജയ സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മേൽ വെക്കുന്നത്. പലയിടത്തും സ്ഥാനാർത്ഥികളെ പേരിന് മാത്രം നിർത്തി തോൽപ്പിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ തോറ്റുപോകുന്നു എന്നുള്ളൊരു വിമർശനമാണ് കോൺഗ്രസ് പറയുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നതെങ്കിൽ വിജയ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് കേരള കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20% സീറ്റുകളിലാണ് കേരള കോൺഗ്രസും ജയിച്ചതുള്ളൂ. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമായാണ് ഇത്തരത്തിലുള്ളൊരു വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്നുള്ള കാര്യമടക്കം ജോസഫ് ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പി.ജെ. ജോസഫ് മാധ്യമങ്ങളെ കണ്ട് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.